അസ്സലാമലൈക്കും. നമ്മളിന്ന് ഓണത്തിൻ്റെ അന്ന് ഇതാട്ടത് ഞാൻ കുറച്ച് സാമ്പാറും കൂട്ടാനൊക്കെ ഉണ്ടാക്കുകയാണ്. സദ്യ നമുക്ക് ഉണ്ടാക്കാമല്ലോ, സദ്യ ഒക്കെ ഉണ്ടാക്കിയാൽ കുട്ടികൾക്കൊരു സന്തോഷമല്ലേ. അപ്പോൾ ഞാൻ പരിപ്പ് കഴുകി കുക്കറിലിട്ടിന് കേട്ടോ. അപ്പോൾ അതിക്കൊരു ചേന കഷ്ണം ഇട്ട് കൊടുത്തിന്. ഈ ചേമ്പ് ഉണ്ട് കേട്ടോ, അത് കീറി വെച്ചത് അതും കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഉരുളൻകിഴങ്ങ് കേട്ടോ, കുറച്ച് തോനെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഞാൻ കുറച്ചൊക്കെ ഇവിടെ കൊടുക്കാനും ഉണ്ടാവും, അപ്പോൾ കുറച്ച് തോനെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വല്യുള്ളി ഇട്ടോ, ഒരു വല്യുള്ളി എടുത്തിന് കേട്ടോ. പിന്നെ പച്ചക്കായ് ഒന്ന് എടുത്തിന്, ഒരു കണ്ടം കയ്പങ്ങ എടുത്തിന്. പിന്നെ ഒരു ചെറിയ കഷ്ണം മത്തൻ്റെ മുരിങ്ങാക്കോല് ഞാൻ എപ്പോൾ ഇടുന്നില്ല കേട്ടോ. അതൊക്കെ ഒന്ന് വന്നിട്ട് കുറച്ച് ചെറിയുള്ളി തൊലിച്ച് മുഴുവനോടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളിതൊക്കെ പൊടി ഇട്ടാണ്ടേ ഇതൊന്നാണ്ട് വന്നിട്ടോ. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിന്, ഒരു സ്പൂൺ മുളകും പൊടി ഇതുണ്ട്. പിന്നെ കുറച്ച് ഉപ്പും, പിന്നെ ഒരു സ്പൂണ് മല്ലി ഇട്ടിന് കേട്ടോ, ഒരു സ്പൂണ് മുളക് കേട്ടോ. ഇനി സാമ്പാറും പൊടി ഇപ്പോൾ കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ബാക്കി ഞാൻ പിന്നെ തൂമ്പിച്ചുമ്പോൾ ഇട്ട് കൊടുക്കുന്നത് വറവിടുമ്പോൾ കുറച്ചിപ്പോൾ സാമ്പാറും പൊടി ഇട്ട് കൊടുത്താണ്. ഇനി നമ്മളിതൊക്കെ വെള്ളം ഒഴിച്ചാണ്ടേ 2 വിസിലടിച്ചിട്ടോ കുക്കറാണ് തീ വെച്ചാൽ ഒരു ഒപ്പത്തിന് ഏതാണ്ടൊക്കെ നിന്നോട്ടോ വെള്ളം. ഞാൻ തേങ്ങ അരക്കാതെ വറവിട്ടാണ്ടോ വെക്കണത്, തേങ്ങ അരക്കണമൊന്നുമില്ല. ഇത് ഗ്യാസുമ്മക്ക് വെക്കുകയാണ്. 2 വിസിലടിച്ചാൽ ഞാൻ ഉപ്പിടാൻ മറന്നേനിട്ടോ. അപ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാൻ വേണ്ടി മൂടിയപ്പോഴാണ് ഓർമ്മ വന്നത്. അപ്പോൾ തുറന്നാണ്ട് കുറച്ച് ഉപ്പിട്ട് കൊടുത്താണ്. ഞാൻ അടച്ചാണ്ട് ഗ്യാസുമ്മക്കൊക്കെ കേട്ടോ. 2 വിസിലടിച്ചാൽ ഓഫാക്കട്ടെ നമുക്ക്. 2 വിസിലായി കേട്ടോ. ഇതിൻ്റെ ഇതൊക്കെ ഒന്ന് കളഞ്ഞിട്ടൊന്ന് തുറന്ന് നോക്കട്ടെ. ഇതൊക്കെ ഒരുവിധം വന്നിന് കേട്ടോ. നമുക്കിതൊക്കെ ഈ മുരിങ്ങാക്കോലും വെണ്ടയ്ക്കയും തക്കാളിയും പച്ചമുളകും ഇട്ട് കൊടുക്കാം കേട്ടോ. മുരിങ്ങാക്കോലിട്ടിന്. ഇനി കുറച്ച് വെണ്ടക്ക അവിടെ നുറുക്കി വെച്ചതിന് അത് ഇട്ട് കൊടുക്കട്ടോ. വെണ്ടക്ക ഞാൻ വെളിച്ചെണ്ണ വറുത്തിട്ടൊന്നുമില്ല കേട്ടോ. ഇനി ഒരു 4-5 പച്ചമുളകും കീറിയത് കേട്ടോ. ഇനി തക്കാളി ഇട്ടോ, 3 തക്കാളി ഇട്ടിന്. പിന്നെ കുറച്ച് പുളിവെള്ളം പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. പുളി കുറച്ച് വേണം കേട്ടോ, എന്നാലേ ഒരു രസമാണ്. ഏറും വേണ്ട, പാകത്തിന്. നമുക്കിതൊക്കെ കുറച്ച് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കട്ടോ. ഇനി ഒന്നുണ്ട് ഇതൊക്കെ മൂടി വെക്കുക കേട്ടോ, ഒന്നാണ്ട് വേകട്ടെ കേട്ടോ, ഒന്ന് തളിച്ചാണ്ട്. ഇപ്പോൾ ഇതൊക്കെ ഒന്ന് വെന്തിന് നല്ലോണം. ഇനി ഇതൊന്ന് വറവ് ഇടട്ടെ കേട്ടോ. അതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിന് കേട്ടോ, ഒരു രസമാണ് കേട്ടോ. അതതിലാണ്ട് ഇട്ടാണ്ടൊന്ന് താത്തിയാണ്ട് മൂടി വെച്ചാൽ അതിൽ കിടന്ന് അങ്ങനെ വെന്തോളും. ഇനി പിന്നെ ആ വറവ് ഇട്ടാണ്ട് പറഞ്ഞ് മൂടി വെച്ചാൽ മല്ലിച്ചപ്പിൻ്റെ ഇല ഇട്ട് നോക്കുന്നുണ്ട്, നല്ല രസമാണ് കേട്ടോ സാമ്പാർ. ഇനി തൂമ്പിച്ചാണ്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. വെളിച്ചെണ്ണയിൽ തന്നെ തൂമ്പിച്ചണം കേട്ടോ. സാമ്പാറൊക്കെ ആകുമ്പോൾ അത് രസമാണ്, നല്ല രസമാണ്. കുറച്ച് ഉലുവ പൊട്ടിച്ചു കേട്ടോ ഞാൻ. പിന്നെ കുറച്ച് കടുക് ഇട്ട് കൊടുക്കും. പിന്നെ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കരിവേപ്പ് ഇതൊക്കെ ഇട്ടൊന്നും ചൂടായി കിട്ടട്ടോ. കുറച്ച് ഉലുവ ഇട്ടിന് കേട്ടോ. ഇനി കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതൊന്ന് പൊട്ടി വരുമ്പം നമുക്ക് ആ ചെറിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം കേട്ടോ. ചെറിയ ഉള്ളി അരിഞ്ഞ് ഇട്ട് കൊടുത്തിന് കേട്ടോ. ഇതൊക്കെ ഒന്ന് ചുവന്ന് വരുമ്പോഴത്തേനെ നമുക്ക് കരിവേപ്പിൻ്റെ ഇലയും വറ്റൽമുളകും ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മളിതൊക്കെ തന്നെ കുറച്ച് സാമ്പാറും പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ലാസ്റ്റ്. കഷ്ണമൊക്കെ കുറേ ഉണ്ടായില്ലേ, അപ്പോൾ കുറച്ചും കൂടി പൊടി ഇട്ട് കൊടുക്കുക. ഇതൊക്കെ നമ്മൾ കുറച്ച് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഒക്കെ ഉള്ളിയൊക്കെ ഏതാണ്ട് ചോന്താണ്. ഇനി ഇതൊട്ടിട്ട് നമുക്ക് ഇനി കുറച്ച് കരിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നല്ലോണം ഒന്നുകൊണ്ട് വാട്ടിയിട്ടേക്കാണ് പറഞ്ഞു കൊടുക്കുക. കുറച്ചും കൂടി സാമ്പാറും പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിലുണ്ട് കുറച്ചുള്ളതിന്. പിന്നെ ഞാൻ കുറച്ച് വേറെ നാടൻ സാമ്പാറും പൊടി വാങ്ങീനിട്ടോ. പീടികയിൽ നിന്ന് തന്നെ ഇവിടെ അങ്ങാടിയിൽ നിന്ന് ഇട്ടീന് 30 ഉറുപ്പ്യ കൊടുത്താൽ അങ്ങനെ. ഇന്ന് അതും കുറച്ച് ഇട്ട് കൊടുത്തിന് കേട്ടോ. അത് ആദ്യമായിട്ട് ഇട്ട് കൊടുക്കണം. രസം ഉണ്ടോയെന്നൊക്കെ അറിയും ചെയ്യാൻ ആദ്യമായിട്ട് കുറച്ച് കൂട്ടീന്. ഇതൊക്കെ ഒന്ന് പച്ചക്കുത്തൊന്ന് പോയിട്ട് നല്ല മണം വരുന്നുണ്ട് കേട്ടോ ഇപ്പം തന്നെ.
സാമ്പാറും പൊടിയൊക്കെ ചൂടായപ്പോൾ നല്ലൊരു വാസന കേട്ടോ. ഇതൈക്കാണ്ട് ഇട്ട് കൊടുക്കട്ടെ നമുക്ക്. ഇത്രയൊക്കെ മതി കേട്ടോ. നല്ല മണം വരുന്നുണ്ട്. ഒന്ന് ചൂടായി കിട്ടിയാൽ മതി. അത് തുറന്നിട്ടേക്കാണ്ട് ഇട്ട് കൊടുത്താണ്ടേ മൂടിയൊക്കെ. കുറച്ച് വെള്ളം ഇതൊക്കെ പറഞ്ഞാണ്ട് ഒന്ന് തിളപ്പിച്ചാണ്ടാണ് പറഞ്ഞു കൊടുക്കുക കേട്ടോ. കുറച്ച് വെള്ളം കമ്മിയുണ്ട്. എല്ലാം തിളച്ച വെള്ളം അതിൻ്റെ മേലെ കൂടാണ് പറഞ്ഞു കൊടുത്തുന്നു കേട്ടോ. നമ്മളത് മൂടിയൊക്കെ കേട്ടോ. ഇനി അടുത്തത് നമ്മൾ വേറൊരു കുക്കർ എടുത്താണ്ടേ അതിൽ കുറച്ച് മമ്പയറും മത്തനും കൂടി വെക്കട്ടെ കേട്ടോ. ഓണസദ്യക്കൊക്കെ ആകുമ്പോൾ 2-3 വേണ്ട കൂട്ടാൻ. കുറേ ഉണ്ടാക്കണപോലൊക്കെ ഉണ്ടാവും കേട്ടോ. നമ്മളിപ്പോൾ കുറച്ചൊക്കെ ഉണ്ടാക്കണുള്ളൂ. കുറച്ച് ഉപ്പ് കമ്മി തന്നിട്ടോ. അപ്പോൾ അതിൽ ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നു കേട്ടോ സാമ്പാറിൽ. ഞാൻ ഒന്നുകൊണ്ട് ഇളക്കിയാണ്ടാണ് മൂടി വെച്ചാൽ ആ പണി കഴിഞ്ഞ്. ഇനി അടുത്തത് നമുക്ക് നോക്കട്ടോ. ഞാൻ മമ്പയർ വെള്ളത്തിട്ട് വെച്ചിട്ടോ രാത്രി. അത് കേകി വാരി വെച്ചത്. അത് വേറൊരു കുക്കറിക്കാണ് കേകി വാരി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇട്ട് കൊടുത്തിന്. ഇനി അതിൽ കുറച്ച് മത്തങ്ങ നുറുക്കിയ മത്തനും അതിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും ഇതൊക്കെ ഇട്ടാണ്ട് വെക്കാം കേട്ടോ. അടുപ്പത്തേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിന്. കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് കേട്ടോ. രണ്ടും കൂടി ഒപ്പിട്ടാലും പോകും കേട്ടോ. മമ്പയറെല്ലാം പൊതിർന്നതാണല്ലോ. മഞ്ഞൾപ്പൊടി ഇട്ടിന് കേട്ടോ. കുറച്ച് ഒരു 1/2 സ്പൂൺ മുളകും പൊടി ഇട്ടോ. ബാക്കി ഞാൻ തേങ്ങ അരക്കണ കൂട്ടത്തിൽ ചീരാപറങ്കി കേട്ടോ അരക്കണത്. ഇനി വെള്ളവും പാകത്തിന് പാർന്നിട്ട് അതുകൊണ്ട് അടുപ്പത്തേക്ക് കേട്ടോ. അതും ഗ്യാസുമൊക്കെ വെച്ച് കൊടുത്തിന്. ഇനി ഇതൊക്കെ അരപ്പ് റെഡിയാക്കട്ടെ കേട്ടോ. ഒരു മുറി തേങ്ങ എടുത്തിന് കേട്ടോ ഞാൻ. അതൊക്കെ മിക്സിൻ്റെ ഇതൊക്കെ ജാറൊക്കെ ഇട്ട് കൊടുക്കട്ടെ കേട്ടോ. ഇതൊക്കെ ഞാൻ കുറച്ച് ചീരാപറങ്കി ഇവിടെ ഉണ്ടായപ്പോൾ എടുത്തതാട്ടോ. ചീരാപറങ്കികൾക്ക് കൊടുത്തിന്. ഇനി ഒരു 2 പണ വെളുത്തുള്ളി ഇട്ടോ. പിന്നെ കുറച്ച് ചെറിയുള്ളി ഇട്ടോ. പിന്നെ നല്ല ജീരകം ഇടുന്നുണ്ട് കേട്ടോ. നല്ല ജീരകം ഇല്ലാഞ്ഞിട്ട് ആ പൊടിച്ച പൊടി ഇട്ടിട്ടുണ്ട്. നല്ല ജീരകത്തിൻ്റെ ആ പൊടി കുറച്ചാണ്ട് ഇട്ട് കൊടുത്തിന് കേട്ടോ. ഇനി ഒന്നാണ്ട് ഒതുക്കി എടുത്താൽ മതി കേട്ടോ. അരിയണ്ടല്ല. അതെങ്ങനെ ഒന്നാണ്ട് കറക്കിയാണ്ട് എടുത്താൽ കേട്ടോ. ഇനി ഇത് നമ്മളൊക്കെ ആ കൂട്ടിക്ക് അത് വെന്തിന് കേട്ടോ. ഒരു 3 വിസിലടിച്ചാണ്ടേ ഓഫാക്കി. എല്ലാം ഒന്ന് അറിഞ്ഞാണ് ഞാൻ വേറൊരു ചട്ടിക്ക് ഇടുക കേട്ടോ. എല്ലാം ഞാൻ ഇളക്കാൻ കഴിയൂലേ. ഈ ചെറിയ കുഞ്ഞി കുക്കറേനിത്. അതുകൊണ്ട് വേറെ ചട്ടിക്കാണ്ട് ഇട്ട് കൊടുക്കട്ടെ. ഞയ്ക്കിട്ടാലേ ഇളക്കാൻ കഴിയുള്ളൂ എഴുതിയിട്ടേ. നമ്മൾ ഈ അരപ്പ് ഇത് കണ്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതൊന്നാണ് ഉടച്ചിട്ട്. ഇതെല്ലാം ഇഷ്ടമാട്ടോ ഇവിടെ മക്കൾക്കൊക്കെ. മമ്പയറും മത്തനും വെച്ചാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. വെച്ച് നോക്കേണ്ടിട്ടോ. ഇനി ഒന്ന് ആ തേങ്ങയൊക്കെ കിട്ടാണ്ട് ഒന്നും ഇളക്കിയെടുക്കാം കേട്ടോ. നല്ലോണം എല്ലായിടത്തും കൊണ്ട് മിക്സാക്കി എടുക്കുക കേട്ടോ. പാകത്തിന് ഇനി വെള്ളം വേണ്ടിയവർക്ക് കുറച്ച് പാർന്നാണ്ടിട്ടോ. ഞാൻ ഇപ്പം വല്ലാതെ പാരുന്നില്ല. ഇതേ പാകത്തിന് വെള്ളത്തിന് നമുക്ക് സാമ്പാറും അതും ഇതൊക്കെ ഉണ്ടല്ലോ. ഇതൊരു പാകത്തിനൊരു കൂട്ടാൻ ഒന്ന് മിക്സി ലേശം ചുവയ്ക്കാണ്ട് പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ ഒരു കൂട്ടാനാക്കിയിട്ട് നമുക്ക് ഇലയിൽ വിളമ്പിയാണ്ടാണ് കുട്ടികൾക്കൊക്കെ സദ്യ കൊടുക്കണം കേട്ടോ. അപ്പം ഞാൻ ചട്ടി വെച്ചിട്ട് വറവിടട്ടെ കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിന്. ഇതാണ് ചൂടായി വരുമ്പോൾ എനിക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക കേട്ടോ. കടുക് പൊട്ടി വരുമ്പോഴേ കുറച്ച് വറ്റൽമുളകും കരിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. നല്ലോണം ഇളക്കിയാണ്ടായി ഇട്ട് കൊടുക്കാം നമുക്ക്. നമ്മളതിക്കണ്ട് ഇട്ട് കൊടുക്കട്ടെ കേട്ടോ. ആയിന് കേട്ടോ. അതാണ് ഇളക്കാണ്ടാണ് മൂടി വെച്ചാൽ അതും റെഡി ആയിട്ടോ. നമുക്കടുത്ത് കാബേജോ ഇതോ പാലാച്ചുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ പിന്നെ പായസം ഉണ്ടാക്കാനുണ്ട്. പാൽ കുറേ നേരമായി കേട്ടോ കൊണ്ടുവച്ചിട്ട് ഞാൻ കേടരുണ്ടായിട്ട് വേഗം കാച്ചാണ്ട് വെക്കുകയാണ്. 3 പാക്ക് പാലെടുത്തിട്ടുണ്ട് കേട്ടോ.
പാലട കാച്ചാൻ വെക്കട്ടെ അടുപ്പത്ത്. ഞാൻ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കാബേജ് എരിഞ്ഞ് വെച്ചതേ അത് ഉണ്ടാക്കട്ടെ വിചാരിച്ചാണ്ട് മറ്റേ അടുപ്പത്ത്. അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്താണ്ട് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കരിവേപ്പിൻ്റെ അരി ഇട്ടിന്. ഇതൊക്കെ നമ്മളാ കാബേജ് എടുത്താണ്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. നല്ല വെള്ളത്തിട്ട് വെച്ചാണ്ട് കഴുകിയ കാബേജാട്ടോ. തോലൊക്കെ പൊളിച്ചിട്ടാണ്ട് വൃത്തിയാക്കി വെച്ച കാബേജാണ്. ഞാനൊക്കെ അതൊക്കെ ഇട്ട് കൊടുത്താണ്ടേ ഒന്ന് ഇളക്കിയിട്ട് ആ തേങ്ങയും പച്ചമുളകും ഒതുക്കിയേ അതും ഇതൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. നല്ലോണം ഒന്നും ഇളക്കട്ടെ കേട്ടോ. കുറച്ചൊരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒന്നും ഇളക്കാണ്ട് കുറച്ച് ഉപ്പ് ഇട്ടിരുന്നു കേട്ടോ. ഉപ്പ് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടാണ്ട് ഒന്നും ഇളക്കിയിട്ട് ഒന്നാണ് മൂടി വെക്കട്ടോ. ചെറിയ രിജിലാക്കി വെച്ചാൽ അങ്ങനെ വന്നോളും. ഇപ്പോൾ ഒരു വിധമായിരുന്നു കേട്ടോ. നമ്മൾ ആ കൂട്ടേക്ക് ഇട്ട് കൊടുക്കട്ടെ കേട്ടോ. അരച്ച തേങ്ങയും പച്ചമുളകും അരച്ചതേ ഒരു വെളുത്തുള്ളി പണി ഇട്ടിരുന്നു കേട്ടോ. ഒന്നുകൊണ്ട് ഒതുക്കിയിട്ട് ഞാൻ ഒന്നും ഇളക്കിയിട്ട് ഒന്നും കൂടി അമർത്തിയാണ്ടാണ് മൂടി വെക്കുക കേട്ടോ. കുറച്ച് നേരം അജുമ്പോൾ നോക്കാം. അപ്പം അതായിരുന്നു കേട്ടോ. എല്ലാം ആയിന് കേട്ടോ. കാബേജൊക്കെ എല്ലാം വന്നതിനൊക്കെ എളുപ്പമുണ്ടല്ലോ വേവാൻ. നമ്മളിതൊന്നാണ്ട് ഇളക്കി അമർത്തി മൂടി അവിടെ എടുത്തൊക്കെ കേട്ടോ. അടുത്ത് നമുക്ക് പായസം ഉണ്ടാക്കി ഓരോ പണിയുണ്ടല്ലോ. അതിൻ്റെ ഇടയിൽ മറ്റേത് വെക്കുന്നുണ്ട് കേട്ടോ. ഞാൻ അവിയലുണ്ടാക്കുന്നുണ്ട് കേട്ടോ. അതിക്ക് ക്യാരറ്റ്, ചേന ചെറുതാക്കി എറിഞ്ഞത്, ബീൻസ് നീളത്തിൽ കട്ട് ചെയ്തതൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. പച്ചക്കായ് വാഴക്കല്ലേ അത് എറിഞ്ഞത് ഒക്കെ ഇങ്ങനെ നീളത്തിൽ എറിഞ്ഞതാട്ടോ. മുരിങ്ങാക്കോലിട്ടിണ് ഒക്കെ ഇട്ടിണ് കേട്ടോ. ഉരുളൻകിഴങ്ങ് ഇട്ടിണ്. എല്ലാ കഷ്ണം കുറേശ്ശെ ഇട്ടിണ് കേട്ടോ. പിന്നെ 4-5 പച്ചമുളക് കീറി കണ്ടിട്ടിണ് കേട്ടോ. ഞയ്ക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇതിട്ടാണ്ടേ ആ ഇതിൽ തന്നെ വെക്കുക കേട്ടോ. ചട്ടിയിലാക്കി അങ്ങനെ ഒന്ന് തളിച്ചിട്ട് നമുക്ക് തീയാണ്ട് കുറച്ചൊക്കെ കുറഞ്ഞ വെള്ളത്തിലിട്ടോ. വെള്ളം ഏറരുത്. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിന് കേട്ടോ. കുറച്ച് ഉപ്പും. ഇനി കുറച്ച് വെള്ളം പറഞ്ഞാണ്ടേ അങ്ങോട്ട് മൂടി വെക്കട്ടെ കേട്ടോ. അടുപ്പത്തേക്ക് ഒന്ന് നല്ലോണം തളിച്ചതിൻ്റെ ശേഷം തിരിച്ചൊന്ന് കുറച്ച് വെച്ചാൽ മതി കേട്ടോ. എന്നാൽ ആ വെള്ളത്തിൽ കിടന്നതിനാ വെന്തോളും. അതിക്കുണ്ടോ കൂട്ട് തേങ്ങ ചിരണ്ടി ഇട്ടിന് കേട്ടോ. മിക്സിക്ക് കുറച്ച് ചെറിയ ഉള്ളി ഇട്ടിന്, 2 പണ വെളുത്തുള്ളി ഇട്ടിന്, ജീരകം ഇട്ടിന് കേട്ടോ. നല്ല ജീരകം കേട്ടോ. അതും ഇതേമാതിരി ആ പൊടി തന്നെ ഇട്ടെ. ഇന്ത്യയിൽ ഇല്ലാഞ്ഞിട്ട് പൊടിച്ച് വെച്ച പൊടി ഉള്ളേനി അത് കുറച്ചിട്ട് കൊടുത്തിന് കേട്ടോ. ഇപ്പോൾ ഇതൊരു വിധമൊക്കെ പകുതി വേവായിന് കേട്ടോ. ഒന്ന് എടുത്താണ്ട് ഞാൻ വെല്ലം ഇളക്കിക്കാണ്ട് ഒന്നിട്ട് കുടഞ്ഞു കൊടുത്തേക്ക് കേട്ടോ. അടിഭാഗം മുകൾഭാഗമൊക്കെ ഒന്നിട്ട് കുടഞ്ഞു കൊടുത്താണ്ട് അവിടെ വെച്ച് കേട്ടോ. ഇനി വെള്ളമൊക്കെ ഒരു വിധം വലിഞ്ഞാണ് കേട്ടോ. കുറച്ച് കൂടി ഉള്ളേന്. പിന്നെ ആ കൂട്ടിട്ട് കൊടുത്തിന് കേട്ടോ. തേങ്ങ അരച്ച് തേങ്ങയും ജീരകവും ചെറിയ ഉള്ളിയൊക്കെ അരച്ച് അത് ഇട്ട് കൊടുക്കുക കേട്ടോ. കഷ്ണം കൊണ്ട് ഉടഞ്ഞും പോവണ്ട, പാകത്തിനായാൽ മതി കേട്ടോ. എന്നാൽ കാണാനും ചൊറുക്കാണ് ഇതാകുമ്പോൾ. എന്നാലും ഞാൻ ഇളക്കി കുറേ കണ്ട് ഉടഞ്ഞേക്കുക. ഇതിലേക്ക് തൈര് നമുക്ക് പാകത്തിന് തൈര് ഇട്ട് കൊടുക്കുക കേട്ടോ. നല്ല രസമാണല്ലോ ഇത് തൈരൊക്കെ ഇട്ടാവുമ്പോൾ. ഒന്നുകൊണ്ട് ഇളക്കി എല്ലായിടത്തും പാകമാക്കിയാണ്ടേ എളുപ്പം കേട്ടോ. കഷ്ണം നുറുക്കണ പണിയുള്ളൂ കേട്ടോ ഇതിന്. എളുപ്പമുണ്ട് വേവാനും. അങ്ങനത്തെ നീളത്തിലായതുകൊണ്ടേ വേഗം വെന്തിട്ടീന്. പിന്നെ അത് വറവിടൊന്നുമില്ല. കുറച്ച് കരിവേപ്പിൻ്റെ ഇല കണ്ടിട്ടാണ്ടേ പച്ച വെളിച്ചെണ്ണ ഞാൻ ഉറ്റിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ഉറ്റിച്ച് കൊടുത്താൽ മതി കേട്ടോ. ഒന്നാണ്ട് അത് പറഞ്ഞേരം ഒന്നാണ് ചൂടാക്കിയാൽ പണ്ടൊക്കെ പാകമായിന് കേട്ടോ. തൈരും പുളിയും ഒക്കെ ഉപ്പൊക്കെ ഒന്ന് നോക്കി വെച്ചാണ്ടിട്ടോ. ഒക്കെ കമ്മി ഉണ്ടെങ്കിൽ ഇപ്പം ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതൊക്കെ കുറച്ച് കരിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുക. കുറച്ച് വെളിച്ചെണ്ണ ഉറ്റിച്ച് കൊടുക്കുക കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ ഉറ്റിച്ച് കൊടുക്കട്ടെ കേട്ടോ. ഒന്നുണ്ട് കുടഞ്ഞാണ്ട് ഞാൻ മൂടി വെച്ചാൽ
അതും റെഡി ആയിട്ടോ. എളുപ്പമുണ്ട് കേട്ടോ ഇതൊക്കെ ഉണ്ടാക്കാൻ. ആ തൈരും ആ കൂട്ടൊക്കെ ആകുമ്പോൾ ഇത് സ്വന്തം കിട്ടിയാൽ മതി കേട്ടോ ചോറ് തിന്നാൻ. നല്ല രസമാണ് ഈ പുളീൻ്റെ ചോരയൊക്കെ ആകുമ്പോൾ. ഞാൻ ചെമ്പട്ടി അടുപ്പത്ത് വെച്ചാണ് കേട്ടോ. അതിക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുത്താണ്ടേ സേമിയല്ലേ റേഷൻ കടയിൽ നിന്ന് കിട്ടിയ സേമിയ ഇട്ടത്. ഇത് ഇവിടെയൊക്കെ സേമിയ കിട്ടിയ, ചിലർക്കൊക്കെ അരിയാണ് കിട്ടിയത് കേട്ടോ, പായസം ഉണ്ടാക്കുന്ന അരി. ഞാൻ ഈ സേമിയത്തിൽ കൂടെ കുറച്ച് അട കൊണ്ടുവച്ചാണ്ട് അടയും കൂടി ഇട്ടാണ്ട് കേട്ടോ ഉണ്ടാക്കണത്. രണ്ടും കൂടി മിക്സാക്കിയാണ്ട് അടയും സേമിയയും കൂടി ആകുമ്പോഴേ അതൊരു നല്ല രസമാണ്. ഇതൊന്നുകൊണ്ട് വറുത്തെടുക്കട്ടെ കേട്ടോ. നെയ്യ് ആദ്യം ഇട്ട് കൊടുത്തുന്നു കേട്ടോ. നെയ്യ് ഇട്ട് കൊടുത്തൊന്നും ഇപ്പോൾ അതിൽ കാണുന്നില്ല. ഇതൊക്കെ പാടെടുത്തായിട്ട് കുറേയൊക്കെ അതിന് പോയിന്ന്. ഇതൊന്നുകൊണ്ട് വറവ് നല്ലോണം ഒന്നുകൊണ്ട് ഏതാണ്ട് ചോന്നിട്ട് വരുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫാക്കാം. ഞാനത് ആയിന്ന് കേട്ടോ. ഞാനിത് ഉണ്ടാക്കുന്ന ഒരു കുക്കറിൽ, കുക്കർ ഇല്ല കേട്ടോ, കുക്കർ മൂടിയാണ്ടൊന്നുമല്ല, കുക്കറിലാണ്ട് വെക്കുകയാണ്. അതിൽ ഞാൻ ഈ സേമിയ ഇട്ട് കൊടുക്കാൻ വേണ്ടി കുറച്ച് വെള്ളം ഇത് അട തിളപ്പിച്ചാൻ വേണ്ടി അങ്ങേപ്പുറത്തെ ചമ്പട്ടി വെള്ളം വെച്ചിരുന്നു കേട്ടോ. ഈ സേമിയ വറുത്ത ചമ്പട്ടിയിൽ തന്നെ അത് തിളക്കുമ്പോൾ ഇക്കണ്ട അട ഇട്ട് കൊടുക്കുക. അത് തിളപ്പിച്ച് ഊറ്റിയല്ലേ, ഊറ്റി വെക്കണ്ട. ഇത് ഈ സേമിയ ഒന്ന് വേകാൻ മാത്രം കുറച്ച് വെള്ളം പറഞ്ഞാണ്ടേ ഞാൻ ഒന്ന് വെന്ത് ഇട്ടിട്ട് കേട്ടോ. കുറച്ച് പറഞ്ഞിട്ടുള്ളൂ, വേഗമാവുമല്ലോ. ഞാൻ മൂടി വെക്കട്ടെ, അവിടെ വെന്തോളും. അപ്പോൾ പിന്നെ ആ വെള്ളം തിളച്ചേക്ക് ആ അട ഇട്ട് കൊടുക്കട്ടെ കേട്ടോ. സേമിയൊക്കെ ഒരുവിധം വെന്തിന് കേട്ടോ, വെള്ളമൊക്കെ വലിഞ്ഞ് വരുന്നുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ പാലുണ്ട് ഒഴിച്ച് കൊടുക്കട്ടോ. തിളപ്പിച്ച് വെച്ച പാല് 1.5 ലിറ്റർ പാലെടുത്തിട്ടോ. അടയൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അടയൊക്കെ ആ പാലൊക്കെ തിളപ്പിച്ച് അതിൻ്റെ ഇടയിൽ ഊറ്റി വെച്ചിന് കേട്ടോ. കുറച്ച് നേരം ഒന്ന് തിളച്ചൊരു വേവൊക്കെ ആയും ചെയ്തിന്. ഇനി അട നമ്മൾ ആ പാലിക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ രണ്ടും കൂടി നല്ലോണം ഇളക്കി ഇങ്ങനെ കൊടുക്കുക കേട്ടോ. കുറച്ച് ഏലക്കായി ഞാൻ കുത്തിക്കാണ്ടേ കണ്ട് ഇട്ട് കൊടുത്തുന്നു കേട്ടോ. ഒരു 5-6 ഏലക്കായി. എന്നാൽ അതിൻ്റെ ഇതൊക്കെ അതിലാണ് കുടിച്ചോളി. ഇനി മറ്റേ അടുപ്പത്ത് ഞാൻ കുറച്ച് പഞ്ചാര മെൽറ്റ് ചെയ്യാൻ വെക്കട്ടെ കേട്ടോ. അങ്ങനെ ആകുമ്പോൾ കളറും കിട്ടിയോളും, നല്ല രസമാണ് കേട്ടോ. ഞാൻ അങ്ങനെ ഉണ്ടാക്കി വെക്കലില്ല, ഉണ്ടാക്കി വെക്കുമ്പോൾ നല്ല രസം കേട്ടോ. അപ്പം അങ്ങനെ ഉണ്ടാക്കിയാൽ തീർന്നു കുട്ടികൾ. അപ്പം അങ്ങനെ ഉണ്ടാക്കണം കേട്ടോ. ഞാൻ പഞ്ചാര ആദ്യം അങ്ങനെ കാട്ടലില്ല. അപ്പം എല്ലാവരും ഉണ്ടാക്കണം അങ്ങനെ കണ്ടപ്പോഴേ പഞ്ചാര മെൽറ്റാക്കി ഇട്ട് നോക്കിയപ്പോൾ നല്ലൊരു ചോയും നല്ല കളറൊക്കെ കിട്ടിയപ്പോഴേ കുറച്ച് പഞ്ചാര ചട്ടിക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ബാക്കി പഞ്ചാര നമുക്ക് പായസത്തേക്ക് ഇട്ട് കൊടുക്കാം. നല്ല മധുരമാണല്ലോ, അതാ കുറച്ച് ഇട്ടണം കേട്ടോ പായസത്തേക്കും. അത് പഞ്ചാര ഇങ്ങനെ മെൽറ്റായി ഒരു കേട്ടോ. അപ്പോൾ തന്നെ പാല് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കിയും കൊടുക്കണം. കുറച്ചൊക്കെ നീണ്ടോണ്ട് കേട്ടോ. പിന്നെ അങ്ങോട്ട് കുറുകി പാകാവേ പായസം. ഇവിടെ പറ്റ അങ്ങോട്ട് നീണ്ടാലേ ഇഷ്ടമുള്ളൂ. വെള്ളം കുറുതനായതിനെ പറ്റൂല കേട്ടോ. പഞ്ചസാര ഒന്ന് അലിഞ്ഞ് കിട്ടട്ടെ കേട്ടോ. അതായി കണ്ടിട്ട് കൊടുക്കും. കുറേ ഒരു വിധമായിന് കേട്ടോ, അലിഞ്ഞ് വരുന്നുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കട്ടെ, അല്ലെങ്കിൽ അടിഭാഗം കളറ് മാറി കരിഞ്ഞ് പോവുകയും. എന്നാൽ തന്നെ നെറുമൊന്നും ആകാതെ നിൽക്കുന്നുണ്ട്. അടിയൊക്കെ കണ്ട് ആയിന് കേട്ടോ. നല്ലോ ആയിന്ന് ഞാൻ കണ്ട് ഇട്ട് കൊടുക്കട്ടെ കേട്ടോ. അധികം ആയിട്ടുണ്ടെങ്കിൽ ഇതാവുകയും പാലൊക്കെ പൊന്തി വരിക. അതാണ്ട് ഇടുമ്പോൾ ചൂടുണ്ട് ഇട്ടിട്ടേക്കാരം. ഇപ്പം നല്ലൊരു കളറില്ലേ കാണാനൊക്കെ. ഒക്കെ നമ്മളേക്ക് ഇട്ട് കൊടുത്തുന്നു കേട്ടോ. ഇനി പോരായി ഉണ്ടെങ്കിൽ നോക്കിയിട്ട് പഞ്ചസാര ഇട്ട് കൊടുക്കും. ഒരു തരി ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, പഞ്ചസാര ഒന്ന് ഇതാകാൻ. അപ്പം അത് പാലവിടെ തുള്ളി വരുന്നുണ്ട് കേട്ടോ പായസം. ഇനി നമ്മൾ വറവ് ഇടട്ടേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്താണ്ട് നെയ്യിലൊന്ന് ഒന്നുകൊണ്ട് ചുവന്ന് വരട്ടെ. അപ്പം നമുക്ക് മുന്തിരി ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു വിധം അണ്ടിപ്പരിപ്പായി വരുമ്പോഴേ അതിലേക്ക് നമ്മൾ കുറച്ച് മുന്തിരി ഇട്ട് കൊടുക്കുക കേട്ടോ. എളുപ്പമാണ് കേട്ടോ, അതിലേക്കാണ് പറഞ്ഞു കൊടുത്താലേ.
കുറച്ച് മുന്തിരി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞേക്കാണ് ആക്കി കൊടുക്കട്ടെ നമുക്ക്. തോനരായ മുന്തിരിയൊക്കെ കരിഞ്ഞു. അപ്പോൾ പായസമൊക്കെ എല്ലാം തുള്ളി ഇതായിരുന്നു കേട്ടോ. നമ്മളാ മിൽക്ക് മേഡേ പാർന്ന് കൊടുക്കട്ടെ കേട്ടോ. പായസം എല്ലാം തുള്ളിന്ന് കേട്ടോ. മിൽക്ക് മേഡ് ഒക്കെയാണ് പാർന്ന് കൊടുത്തെന്ന് കേട്ടോ. ഞാൻ ഗ്യാസ് ഓഫാക്കട്ടെ. തോനെ തിളക്കണ്ട കേട്ടോ. പായസം റെഡി ആയിട്ടോ. നമ്മൾ പുളിഞ്ചി ഉണ്ടാക്കാണ്ട് കേട്ടോ. നമുക്ക് ചട്ടി വെച്ചിന് വെളിച്ചെണ്ണ അറിഞ്ഞാണ്ട് കടക് ഇട്ട് കൊടുത്തുന്നു കേട്ടോ. പിന്നെ ഇഞ്ചി ഉണ്ടല്ലോ, ഇഞ്ചി എല്ലാം കൊത്തി അരിഞ്ഞ് വെച്ചിന് കേട്ടോ. കരിവേപ്പിൻ്റെ ഇലയും കടകും വറ്റൽമുളകും ഇട്ടിന് കേട്ടോ. ഇതൊന്ന് നല്ല ഒന്നുകൊണ്ട് വാട്ടിയിട്ട് നമ്മൾ ചെറുതാക്കി കൊത്തി അരിഞ്ഞ് വെച്ചിന് കേട്ടോ. കുറച്ച് ഇഞ്ചി, ഒരു പച്ചമുളക് കേട്ടോ, 2 പച്ചമുളക് കേട്ടോ. ചെറുതാക്കി അരിഞ്ഞ പച്ചമുളക് കേട്ടോ. അത് ഇട്ടാണ്ട് ഒന്നും ഇളക്കി കൊടുക്കുക കേട്ടോ. നമ്മൾ ഇഞ്ചി അരിഞ്ഞ് ഇട്ട് കൊടുക്കുക കേട്ടോ. പൊടിയാക്കി അരിയണം കേട്ടോ. എല്ലാം പൊടിയാക്കി. ഞാൻ ഇപ്പം ഒന്ന് കൂട്ടാൻ മാത്രം അളവിനെ ഉണ്ടാക്കണുള്ളൂ. തോന ഉണ്ടാക്കണില്ല കേട്ടോ. അപ്പം എത്ര മതി. തോനൊക്കെ ഉണ്ടാക്കണം കുറച്ചും കൂടി ഇഞ്ചിയൊക്കെ എടുത്തോണ്ടിട്ടോ. ഈ ഇഞ്ചി നല്ല കൊണ്ട് മുരിഞ്ഞ് വരണം കേട്ടോ. നെരിച്ചിൽ പോലെ. അപ്പോഴേ നമുക്ക് പുളിവെള്ളം ഒഴിച്ചാൻ പറ്റുള്ളൂ കേട്ടോ. നല്ലോണം ഇളക്കിയാണ്ടേ ഒരു നെരിച്ചിൽ നമുക്ക് തന്നെ അറിയാമല്ലോ. ഇഞ്ചിൻ്റെ നല്ലൊരു വാസനയൊക്കെ വരും കേട്ടോ. ആ ടൈമിൽ നമുക്ക് പുളി പിഴിഞ്ഞ് പാർന്ന് കൊടുക്കാം കേട്ടോ. ഒന്നുകൂടി നല്ലോ ഇളക്കി കൊടുക്കട്ടെ. ഒരു വിധമൊക്കെ നെരിഞ്ഞ് വരുന്നുണ്ട്. നമുക്ക് ആ പുളി നല്ലോ ഞാൻ പിഴിഞ്ഞാണ്ട് എടുത്ത് വെച്ചിരുന്നു കേട്ടോ. അത് ഇതൊക്കെയാണ് പാർന്ന് കൊടുക്കുക കേട്ടോ. ഒന്നും കൂടി ഇഞ്ചി ഒന്നും ഇതായിക്കോട്ടെ കേട്ടോ. ഒന്നൊരു ചോന്ത കളറായാണ്ട് അത് ഇളക്കുമ്പോൾ തന്നെ നമുക്കറിയാം കേട്ടോ. ഉള്ളിയൊക്കെ ഇഞ്ചിയൊക്കെ നെരിഞ്ഞ് നിൽക്കുമ്പോഴേ ഈ പുളിഞ്ചി നല്ല രസമുണ്ട് അതിനിട്ടോ. നല്ല അടിപൊളി അതിനിട്ടോ. പാകത്തിന് കിട്ടീനി. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി 1 സ്പൂൺ മുളകും പൊടി ഇടുന്നുണ്ട് കേട്ടോ. നല്ല എരിവൊക്കെ ഉണ്ടായിട്ടല്ല ചൊടി ഉണ്ടായിട്ടുണ്ട് പുളിഞ്ചി അതിനിട്ടോ. പുളിഞ്ചി പറയുമ്പോൾ നല്ല ചൊടിയുമാണ്. നല്ല ശർക്കരൻ്റെ ഇതും മധുരവും എരിവും ചുപ്പിട്ടെടുത്തിന്. ഞാനൊക്കെ ഒന്ന് നെരിഞ്ഞ് ചൂടായി വരട്ടെ. ആ പൊടിയൊക്കെ എല്ലാം ഉണ്ട്. അതിലേക്ക് നമ്മൾ ആ പുളി പിഴിഞ്ഞ് ആണ് പാർന്ന് കൊടുക്കുക കേട്ടോ. ഞാൻ നല്ലോണം തിളക്കട്ടെ കേട്ടോ. അതിലേക്ക് തിളക്കുമ്പോൾ നമുക്ക് ആ ശർക്കര, കല്ലില്ലാത്ത നല്ല ശർക്കര കേട്ടോ, കുത്തിക്കാണ്ട് ഒരു പേപ്പർക്ക് വെച്ചാണ്ട് ആ കുത്തരലിൻ്റെ അമ്മി കൊണ്ട് ഒന്നാണ് കുത്തിയാണ്ട് അതിക്കാണ്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. നല്ലോണം തിളച്ച് നിട്ടപ്പോൾ ഇത് നമ്മളാ ശർക്കര ഒന്നാണ് കുത്തിയിരിക്കട്ടെ കേട്ടോ. ശർക്കരയൊക്കെ കുത്തി പൊട്ടിച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഇട്ട് ഇളക്കിയിട്ട് നോക്കിയിട്ട് കമ്മി ഉണ്ടെങ്കിൽ പിന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. വേറും വേണ്ട. കുറച്ചും കൂടി ഇട്ട് കൊടുക്കണ്ട കേട്ടോ. കുറച്ച് കമ്മിയായിനി. 1 സ്പൂൺ മുളകും നമ്മൾ പച്ചമുളകൊക്കെ എടുത്ത് നല്ല എരും നല്ല ചൊടിയുണ്ടേനി കേട്ടോ. ഇപ്പോൾ പാകമായിരുന്നു കേട്ടോ. ഇനി അതിൽ നിന്ന് കുറച്ച് കഴിയുമ്പോൾ തണുക്കുമ്പോഴത്തേനും കൂടി കുറുകി കിട്ടും. ഇനി നമ്മൾ ഗ്യാസ് ഓഫാക്കട്ടോ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. അസ്സലാമു അലൈക്കും.